ഹേ ഹലോ വെൽക്കം ബാക്ക്. വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ ബീഫ് കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെ റെഡിയാക്കുക നോക്കാം. അപ്പം ബീഫ് കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒത്തൻറ്റിക് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വലിയ സവാള എടുത്തേക്കുന്നത് ഏകദേശം ഒരു 450 ഗ്രാം ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാള അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലപോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഏകദേശം ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ സവാള നല്ലപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിന് പെരുംജീരകത്തിൻ്റെ പൊടിയും ഒരു 3/4 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടിയും അതുപോലെ നല്ല മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാത്തിനും പുറമെയായിട്ട് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ അളവിന് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇതിൻ്റെയൊക്കെ പച്ച മണം മാറി കിട്ടുന്നത് വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പം ബീഫ് ഈ സമയത്ത് നമുക്ക് റോ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് വേകാൻ എളുപ്പത്തിനായിട്ട് ഒരു 450 ഗ്രാം അളവിനുള്ള ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒരു 2 വിസിൽ കൊടുത്തിട്ട് ഉള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ബീഫ് കുറച്ചുകൂടെ വേഗത്തിന് വെന്ത് കിട്ടും. അതിനായിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ്ലി വേണമെന്നുണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ബീഫ് നല്ലപോലെ ഇവിടെ ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബീഫ് അവിടെ നല്ലപോലെ തിളച്ച് വേകുന്ന ടൈമിൽ നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. ഇത് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കൻ ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയനാണ്. അതായത് നമുക്കിത് റെഡിമെയ്ഡായിട്ട് ഇതുപോലെ സവാള ഫ്രൈ ചെയ്തത് മേടിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഫ്രൈഡ് ഓണിയൻ നല്ലപോലെ ഒരു പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം ആ പേസ്റ്റും കൂടെ നമുക്ക് ഈ ഗ്രേവിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പേസ്റ്റ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്ന മാത്രമല്ല ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പും കൂടി കിട്ടുന്നതാണ്. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില എത്ര ചേർത്താലും കുഴപ്പമില്ല, കാരണം നമ്മുടെ നാടൻ റെസിപ്പിയാണിത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നല്ലപോലെ ഇത് ബീഫ് വേകുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് മുളക് പൊടിയുടെ ഫ്ലേവറിനേക്കാളും കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഫ്ലേവറാണ് ബീഫിന് എപ്പോഴും നന്നായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗരം മസാലയും ചേർത്ത് എരിവിന് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയുടെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ബീഫ് കറി ചപ്പാത്തിയുടെ ഒപ്പമോ ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒപ്പം എല്ലാത്തിനോടൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക.